ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതുണ്ടായിരിക്കാനല്ലേ പണം മാറി അറിഞ്ഞ് തന്നെ അതൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ശിക്ഷയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ സാറിനെ വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അങ്ങനെ വേണ്ടാത്ത കാര്യം തന്നെ ഓർമ്മിപ്പിക്കണ്ട. ജഗനെ പുഷ്പം പോലെ നമ്മൾ ഊരിയെടുത്തിരിക്കും. താൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇപ്പൊ കുറച്ചൊക്കെ ആശ്വാസം ഉണ്ട് എനിക്ക്. വിക്രം, അതെ, വർഷയില്ലാതെ ഒറ്റയ്ക്ക് ആ വീട്ടില് മോന് ഞങ്ങളോടൊപ്പം ഈ വീട്ടിൽ കഴിയാം. എന്താ മോനെ അങ്ങനെ ഒരു തീരുമാനം എടുത്തൂടെ? ഞങ്ങൾക്കും അതൊരാശ്വാസമായിരിക്കും. മോന് ഒറ്റപ്പെടലിന്റെ വേദനയിൽ നിന്ന് ഒരാശ്വാസമല്ലേ? ഇപ്പൊ മടങ്ങി പോകണ്ട മോനെ. വർഷയില്ലാതെ ഞങ്ങളും നിന്നെ പോലെ തീ തിന്ന് നടക്കുക. ഈ അവസ്ഥയിൽ നീ കൂടെ ഇവിടെ നിന്ന അത് നിനക്കും ഞങ്ങൾക്കും ഒരുപോലെ ആശ്വാസമാവും. എന്താ മോനെ നീ ഒന്നും പറയാത്തത്? ആ റിസോർട്ടിനടുത്തുള്ള കാവിൽ എങ്ങനെയാ ശ്യാമും അശോകർമ്മയും വന്നത്? ആ വരവ് അപ്രതീക്ഷിത വരവായിരുന്നു, അതോ നമ്മൾ അവിടേക്ക് വിനോദയാത്ര പോയിട്ടുണ്ടെന്നറിഞ്ഞുള്ള വരവാണോ? അച്ഛനെ അമ്മയും ഇപ്പോഴും വിടാതെ പിന്തുടർന്ന് ആക്ഷേപിക്കുക. രണ്ട് പേക്കോലങ്ങളെ നോക്കൂത്തി വേഷം കെട്ടിച്ച് നിർത്തിയിരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ശൈശവ വിവാഹമായിരിക്കുമെന്ന്. ഞങ്ങളുടെ കുടുംബം തകർത്തതിന് ദൈവം കൊടുത്ത ശിക്ഷയാണിത്. അനുഭവിക്കണം, അനുഭവിച്ചേ തീരൂ. എന്താ മനോജ്, വർഷയെ കുറിച്ചാണോ ആലോചിക്കുന്നത്? അല്ല, ആ കാവിനടുത്തേക്ക് വന്ന ശ്യാമിനെയും ശ്യാമിന്റെ അച്ഛനെയും കുറിച്ച്. അവരെന്തിനാ അവിടേക്ക് വന്നത്? എന്തിനാ അവർ അച്ഛനെയമ്മയും ആക്ഷേപിച്ചത്? അത് ആദ്യത്തെ സംഭവം അല്ലല്ലോ. എത്രയോ സ്ഥലത്ത് വെച്ച് പഴയ പ്രണയവും ഒളിച്ചോട്ടും ഒക്കെ പറഞ്ഞ് അശോക് വർമ്മ അച്ഛനെയും അമ്മയും കുറ്റപ്പെടുത്തിയിരിക്കുന്നു. നീ അത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ചരിത്രം തിരുത്തി എഴുതിയ പ്രണയ ജോഡികളായിരുന്നല്ലോ രണ്ടുപേരും. കുറ്റപ്പെടുത്താൻ നമുക്കെന്താ അർഹത? നമ്മളും മോശമൊന്നുമല്ലല്ലോ. മനോജ്, പഴയ കഥകളൊന്നും എന്നെ ഓർമ്മപ്പെടുത്തല്ലേ. എന്തൊക്കെ പറഞ്ഞാലും അശോക് വർമ്മ നിന്റെ അമ്മാവനാണെന്നുള്ള കാര്യം മറക്കണ്ട. മനോജ്, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇനി എന്താണെന്ന് ചിന്തിക്ക്. ഒരു പ്രശ്നം വർഷയെ കാണാനില്ലെന്നുള്ളതാ, മറ്റൊരു പ്രശ്നം ജോലിയും കൂലിയും ഇല്ലെന്നുള്ളതാ. എന്റെ ജോലി കളഞ്ഞ ശേഷം ഇവിടുത്തെ അച്ഛന്റെ ചെലവിലാണ് നമ്മൾ കഴിയുന്നത്. ഇപ്പോഴാണെങ്കിൽ അച്ഛന് ജോലിയുമില്ല. ചിലപ്പോഴൊക്കെ ഭ്രാന്ത് വരും. ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോവാൻ തോന്നും എനിക്ക്. ഫാൻ ഇടാൻ പറ്റില്ല, ടി വി കാണാൻ സ്വാതന്ത്ര്യമില്ല. ഒരുതരം തൊട്ടും നക്കിയുള്ള ജീവിതം മടുത്തു എനിക്ക്. വർഷം മരിച്ച ദുഃഖത്തിന്റെ പട്ടിണിക്കഞ്ഞിയെ ഇനി അധികകാലം ഉണ്ടാവില്ല. ജീവിത രീതിക്ക് ഒരു മാറ്റം ഉണ്ടാവണം. ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന് പോലും രക്ഷയില്ലാത്ത അവസ്ഥ ഇനി എനിക്കുണ്ടാവരുത്. ആ വലിയ ബഹുമാനമൊന്നും വേണ്ട. സാറെന്തോ അർത്ഥം വെച്ച് പറഞ്ഞാണല്ലോ അത്. സാറ് തന്നെ വായിരിക്കുന്ന പോലെ കേൾക്കുവേ.
ഞാൻ ഇവിടെ മുള്ളിന്റെ മുനേ നിൽക്കുക. എടോ, ആ രാജുവിന്റെ കേസ് ഏറ്റെടുക്കാൻ താൻ ഒരു പ്രതിയെ ഏർപ്പാടാക്കാന്ന് പറഞ്ഞിട്ട് എന്റെ കുറെ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് പോയല്ലോ. എന്നിട്ട് മുങ്ങി നടക്കുക. സാർ എന്ത് ഈ പറയുന്നത്? മുങ്ങി നടക്കുകയാണെന്നോ? ആ, അതിനുള്ള കക്ഷിയെ കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ, അഡ്വാൻസും കൊടുത്തു. എന്നിട്ട് അവനെന്താ ജോത്സ്യന്റെ അടുത്ത് പോയിരിക്കുകയാണോ സറണ്ടർ ആവാനുള്ള തീയതി നിശ്ചയിക്കാൻ? അവൻ എവിടെ? പോലീസിന്റെ പിടിയിലാവണ്ടേ? അത് പറയാനാ ഞാൻ വന്നത്. ആ പറ. ആൾ ഇന്ന് രാത്രി തന്നെ പോലീസിന് പിടികൊടുക്കും, കുറ്റവും സമ്മതിക്കും. വെറുതെ അനക്ക് മുമ്പ് പിടയ്ക്കാൻ തുടങ്ങിയാൽ ഒരു കാര്യം നടക്കത്തില്ല സാറേ. എടോ, തലയ്ക്ക് തീ പിടിച്ചിരിക്കുമ്പോ പിടച്ചു പോവില്ലടോ. താൻ പറഞ്ഞിരിക്കുന്ന വ്യാജപ്രതി പോലീസിന്റെ പിടിയിലാകും മുമ്പ് എന്റെ മകനെങ്ങാനും പിടിക്കപ്പെട്ട എന്റെ രാഷ്ട്രീയ കച്ചവടത്തിന്റെ ആപ്പീസ് പൂട്ടില്ലടോ. എന്നിട്ട് ആ ടെൻഷനൊന്നും ജഗന് കാണാനില്ലല്ലോ. അയാൾക്കെല്ലാം നിസ്സാരമട്ട. ആക്സിഡന്റ് നടന്ന ഉടൻ സ്റ്റേഷനിലെത്തി കുറ്റമേറ്റിരുന്നെങ്കിൽ ചെറിയൊരു ശിക്ഷയെ കാണുള്ളായിരുന്നു. ഇതിപ്പം അപകടം നടന്നെടുത്ത കാലമായി. കൊലപാതക കുറ്റമാ, കടുത്ത ശിക്ഷയായിരിക്കും. ചുരുങ്ങിയത് 10 വർഷമെങ്കിലും അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട് സാറേ. എത്രോ താൻ തന്നെ പേടിപ്പിക്കുക. എടോ, അതുണ്ടാകാതിരിക്കാനല്ലേ പണം വാരി എറിഞ്ഞ് തന്നെ അതൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ശിക്ഷയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ സാറിനെ വെറുതെ ഒന്ന് ഓർമ്മിച്ചതാണ്. അങ്ങനെ വേണ്ടാത്ത കാര്യം തന്നെ ഓർമ്മിപ്പിക്കണ്ട. ജഗനെ പുഷ്പം പോലെ നമ്മൾ ഊരിയെടുത്തിരിക്കും. താൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇപ്പൊ കുറച്ചൊക്കെ ആശ്വാസമുണ്ട് എനിക്ക്. എടോ, ഊരിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഊരാ കൊടുക്കാകാതിരുന്നാ മതി. സംഗതി നടന്നു കിട്ടിയ തന്നെ കാര്യമായിട്ടൊന്ന് പരിഗണിക്കും. തന്നെ പിടിച്ച് ഏതെങ്കിലും ബ്ലോക്കിൽ നിർത്തി ഞാൻ അങ്ങ് ജയിപ്പിക്കും. കുറെ നാളായി പരിഗണിക്കാൻ തുടങ്ങിയിട്ട് സാറേ. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമായ എന്റെ സ്വപ്നം. അത് ഈ ജന്മത്തിൽ നടക്കുമോ എന്തോ. ഇല്ലെങ്കിൽ വെറുതെ ആ മോഹഭാരം ചുമന്നുകൊണ്ട് നടക്കണ്ടല്ലോ. അത് നടക്കും. കഴിഞ്ഞിട്ട് പോ. ജഗ, മാനത്തെ കൊട്ട